കൈകൾ താണു പോകുമ്പോൾ, മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ, ക്ഷീണിക്കാത്ത കൈയെനിക്കുന്നുണ്ടു സ്വർഗത്തിൽ, ക്ഷീണിക്കാത്ത കൈയെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. അന്ധകാരത്താലല്ല കണ്ണും മങ്ങുമ്പോൾ, അന്ധകാരത്താലല്ല കണ്ണും മങ്ങുമ്പോൾ, മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം, അതായത് ജനസിസ്. ഉൽപ്പത്തി 12:4 അല്ലെങ്കിൽ ജനസിസ് 12:4. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു, ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. So Abram departed as the Lord had spoken unto him, and Lot went with him. And Abram was 75 years old when he departed out of Haran. Second session, റിക് വാറന്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. സറണ്ടേർഡ് ഹാറ്റ്സ് ഷോ അപ്പ് ബെസ്റ്റ് ഇൻ റിലേഷൻഷിപ്സ്. You don't edge others out. You don't demand your rights, and you aren't self-serving when you are surrendered. The most difficult area to surrender for many people is their money. Many have thought, I want to live for God, but I also want to earn enough money to live comfortably and retire somebody. Retirement is not the goal of a surrendered life, because it complete with God for primary attention of our lives. Jesus said, you cannot serve both God and money, and whenever your treasure is your heart will be also. തേർഡ് സെഷനിലേക്ക് പോകാം. പ്രൊവർബ് അല്ലെങ്കിൽ സദൃശം. പ്രൊവർബ്സ് ചാപ്റ്റർ 11:13. സദൃശവാക്യങ്ങൾ 11:13 വാക്യം. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വയ്ക്കുന്നു. A talebearer revealeth secrets, but he that is of a faithful spirit concealeth the matter. പരിപാലനം ഇല്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു, മന്ത്രിമാരുടെ ബന്ധത്തിലോ രക്ഷയുണ്ട്. Where no counsel is the people fall, but in the multitude of counselors there is safety. Fourth session, Matthew or Mattai. Matthew chapter 4:16. മത്തായി 4:16. ഇന്ന് യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാകുവാൻ ഇടവന്നു. The people which sat in darkness saw great light, and to them which sat in the region and shadow of death light is sprung up. നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോകാം. യേശു ജീവിച്ചതെങ്ങനെ? ഒരു ബാലനായി യേശു ദേവാലയം സന്ദർശിച്ചതിന് ശേഷം 18 വർഷങ്ങൾ പിന്നിട്ടു. ഈ കാലയളവിലെ യേശുവിൻ്റെ ജീവിതത്തെപ്പറ്റി നമുക്കേറെ ഒന്നും അറിഞ്ഞുകൂടാ. യേശു ഭവനത്തിൽ ആശാരിപ്പണി ചെയ്തിട്ടുണ്ടാവണം. നസ്രേത്ത് വിട്ടപ്പോൾ യേശുവിന് 30 വയസ്സുണ്ടായിരുന്നുവെന്ന് നമുക്ക് അറിയാം. യേശു പലസ്തീനിൽ ചുറ്റി സഞ്ചരിക്കുകയും പ്രസംഗിക്കുകയും ദൈവനാമത്തെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ഏതാണ്ട് 3 വർഷങ്ങൾ താൻ പ്രവർത്തന നിരതനായിരുന്നു.
തൻ്റെ അനുയായികളായിരുന്ന മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും യേശുവിനെ പറ്റി എഴുതി. ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ ആദ്യ ഭാഗത്താണ് സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന ആ കുറിപ്പുകൾ രേഖപ്പെടുത്തിയിരുന്നത്. യോഹന്നാൻ പാതയൊരുക്കുന്നു. അക്കാലത്ത് റേഡിയോയോ ടെലിവിഷനോ ടെലിഫോണോ തപാൽ സേവനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു രാജാവ് ഒരു സ്ഥലം സന്ദർശിക്കുന്നതിന് മുൻപേ ഒരു സന്ദേശവാഹകനെ മുൻകൂറായി അവിടേക്ക് അയക്കും. രാജാവിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുവാൻ അദ്ദേഹം ജനത്തോട് പറയും. യോഹന്നാൻ ജനിച്ചപ്പോൾ സക്കറിയാവ് പറഞ്ഞത് അവൻ വാഗ്ദത്ത രക്ഷിതാവിൻ്റെ സന്ദേശവാഹകനായിരിക്കുമെന്നാണ്. യോഹന്നാൻ്റെ സന്ദേശം ലൂക്കോസ് 3:3-7 യോഹന്നാൻ ഒരു മരുഭൂമിയിൽ ഏകനായി ലളിത ജീവിതം നയിക്കുകയായിരുന്നു. ദൈവത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ ജനം യോഹന്നാൻ്റെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു. മനുഷ്യർ തങ്ങളുടെ പാപവഴികളെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അനേകരും പരസ്യമായി തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു അനുദപിച്ചു. അവരെ യോഹന്നാൻ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തി. സക്കറിയാവിൻ്റെ മകനായ യോഹന്നാനോട് ദൈവം അരുളിയതനുസരിച്ച് അദ്ദേഹം യോർദാൻ തീരത്ത് നിന്നുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നത് അവസാനിപ്പിക്കുക, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക, ദൈവം നിങ്ങളുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കട്ടെ. ജനം കൂട്ടം കൂട്ടമായി സ്നാനം സ്വീകരിക്കാൻ വേണ്ടി യോഹന്നാൻ്റെ അടുത്തേക്ക് വന്നു. അവരോട് അദ്ദേഹം പറഞ്ഞു, സർപ്പസന്തതികളെ, അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കൂ. നമുക്ക് വായിച്ചതിൻ്റെ പുറടക്കം എന്താന്ന് നോക്കാം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു എന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. So Abram departed as the Lord had spoken unto him, and Lot went with him, and Abram was 75 years old when he departed out of Haran. Second session, requirements, the purpose-driven life. The most difficult area to surrender for many people is their money. Many have thought, I want to live for God, but I also want to earn enough. Third സെഷനിലേക്ക് പോവാം. പ്രോവർബോ അല്ലെങ്കിൽ സദൃശവാക്യങ്ങൾ. ഏഷണിക്കാരൻ രഹസ്യം വെളിപ്പെടുത്തുന്നു ഇവിടെ കാണാം. വിശ്വസ്ത മാനസൻ കാര്യം മറച്ചു വെക്കുന്നു എന്നും നമുക്ക് കാണാം. A tale bearer revealeth the secret, but he that is of a faithful spirit concealeth the matter. പരിപാലനം ഇല്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ നേതൃത്വത്തിലോ രക്ഷയുണ്ടെന്ന് കാണാം. Where no counsel is the people fall, but in the multitude of counselors there is safety. Fourth session, മാത്യു ചാപ്റ്റർ അല്ലെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം. എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാവാനിട വന്നു. The people which sat in darkness saw great light, and to them which sat in the region and shadow of death light is sprung up. നമ്മുടെ എല്ലാ സെഷനോട് അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.